സംസ്ഥാനത്ത് ഇന്ന് രാവിലെ മുതൽ ഇ-പോസ് മിഷൻ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് റേഷൻ മുടങ്ങി. അതായത് സംസ്ഥാനത്തെ റേഷൻ വിതരണം പരിപൂർണമായും ഇന്ന് രാവിലെ മുതൽ സ്തംഭിച്ചിരിക്കുകയാണ്. ഇതിന് അടിയന്തര പരിഹാരം ഉണ്ടാകും. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഇ-പോസ് തകരാറ് അത് റേഷൻ മേഖലയെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. കാർഡുടമകളും ജനങ്ങളും കാർഡുടമകളും വ്യാപാരികളും തമ്മിൽ ഇടയ്ക്കിടെ വിഷയങ്ങൾ. ഇന്ന് 2 പ്രാവശ്യവും 3 പ്രാവശ്യം മടങ്ങി. രാവിലെ വന്നു, കുറച്ച് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വരാൻ പറഞ്ഞു, പിന്നെയും വന്നു. കാർഡുടമ മടങ്ങിപ്പോയി. കാരണം ഇന്നലെ ലീവായിരുന്നു. ഇന്ന് വീണ്ടും പ്രവർത്തിച്ചപ്പോൾ റേഷൻ കട തുറന്നപ്പോൾ ഇ-പോസ് മിഷൻ വർക്ക് ചെയ്യുന്നില്ല. അടിയന്തരമായി ഈ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാവണം. ഞങ്ങൾക്കതാ പറയാനുള്ളത്. വിളിച്ചാൽ ചിലപ്പോൾ റെസ്പോൺസ് തന്നെ ഉണ്ടാവില്ല. അതാ മനസ്സിലാകത്തില്ല. മേലെ വിളിച്ചാൽ അത് ശരിയായ നിലപാടല്ല. എന്താണ് ഈ വിഷയം? ഉച്ചവരെ റേഷൻ കടകൾ അടച്ചിടണമെങ്കിൽ അടച്ചിടാം, ഞങ്ങൾ തയ്യാറാണ്. കാരണം ഇ-പോസ് മിഷൻ ശരിയായിട്ട് തുറന്നാൽ മതി. അല്ലാതെ റേഷൻ വ്യാപാരി കട തുറന്നു വെച്ചുകൊണ്ട് ജനങ്ങൾ കാർഡുടമകളുമായിട്ട് ചണ്ട കൂടുന്ന അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ നീക്കണം. ഇ-പോസ് മിഷൻ തകരാറാകുമെന്ന് അല്ലെങ്കിൽ കുഴപ്പമുണ്ട് എന്ന് ഉദ്യോഗസ്ഥർ അറിഞ്ഞാൽ, IT സെൽ അറിഞ്ഞാൽ ഉടനെ തന്നെ വ്യാപാരികളെ വിവരം അറിയിച്ച് അത് ഇന്ന് ഉച്ചവരെ മിഷൻ ഇപ്പൊ കറണ്ട് ഇല്ലെങ്കിൽ പറയല്ലോ, മെസ്സേജ് കൊടുക്കല്ലോ, ഇത് ഉച്ചവരെ കറണ്ട് ഉണ്ടാവില്ല. അതേമാതിരിയുള്ള ഒരു മെസ്സേജ് വ്യാപാരികൾക്ക് നൽകണം. അതല്ലെങ്കിൽ കാർഡുടമകളും വ്യാപാരികളും തമ്മിൽ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾക്ക് വേറെ വിഷയം കൂടിയുണ്ട്. നമുക്ക് സ്വന്തമായൊരു സർവർ ഇല്ല. അടിയന്തരമായി ഇത് ആന്ധ്ര സർവറുമായിട്ടാണ് നമ്മൾ ബന്ധിച്ചിരിക്കുന്നത്. അടിയന്തരമായി സംസ്ഥാനത്തിന് ഒരു സർവർ സംവിധാനം ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നതാണ് പറയാനുള്ളത്. ഒരു ശാശ്വത പരിഹാരമാണ് ഇതിനാവശ്യം. പഞ്ഞമാസമാണ്, ഉത്സവം തുടങ്ങാൻ പോവുകയാണ്. ഈ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് ഇടയ്ക്കിടെയുള്ള ഇ-പോസ് മിഷൻ തകരാറിന് ഒരു അന്തിമ പരിഹാരം ഉണ്ടാകുന്നത്.